ഞാൻ നിങ്ങൾക്കായി കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചില ആശയങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ബസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബസ്സിനായി കാത്തിരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ്. അത് നമുക്കറിയാം. പക്ഷേ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബസ്സല്ല. നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ബസ് എന്ന്. ഇതൊരു സാധാരണ കാത്തിരിപ്പാണ്. എന്നാൽ ഇത്തരം സാധാരണമല്ലാത്ത ചില കാത്തിരിപ്പുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ബൈങ് മൈ ന്യൂ കാർ. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ പുതിയ കാർ വാങ്ങുന്നതിന് വേണ്ടി ആവേശത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ അതല്ലെങ്കിൽ കണ്ണ് നട്ട് കാത്തിരിക്കുകയാണെന്നൊക്കെ ഉള്ളൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇത്തരത്തിലൊരു ആശയത്തെക്കുറിച്ചാണ്, ഒരു സാധാരണ കാത്തിരിപ്പല്ല, ഇത്തരത്തിലൊരു കാത്തിരിപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ലുക്കിംഗ് ഫോർവേഡ് അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ്. ആഴ്ചയുടെ അവസാനത്തിനായി ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആഴ്ചയുടെ അവസാനം എന്തോ കാര്യമായ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എക്സൈറ്റഡ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ പറയാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഞാൻ നിന്നെ കാണുവാനായി വളരെ ആഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ വളരെ ആവേശത്തിലാണ്. നമ്മളുടെ മീറ്റിങ്ങിൽ വളരെ ആവേശത്തോടു കൂടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കാണുവാൻ സാധിക്കാതിരുന്നവരായിരിക്കാം അവർ. അപ്പോൾ അവർ പറയുകയാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. മറ്റൊരു സെൻറ്റൻസ് കൂടി നോക്കാം. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നിങ്ങളെ കാണുവാൻ വേണ്ടി ഞാൻ വളരെ ആവേശത്തോടു കൂടി വളരെ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ സെൻറ്റൻസിൻ്റെയും അർത്ഥം. ഇത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ കാവ്യഭംഗിയോടുകൂടി നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, വളരെ ഈസിയായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഗ്രാമർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്നതുവരെ നമുക്കറിയാം. അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്ന ദ വീക്കെൻഡ് ഒരു നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ആദ്യ ഭാഗം വന്നിരിക്കുന്നതും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ, അതായത് മീറ്റിംഗ് യു എന്ന് പറയുന്നത് ഒരു ING ചേർത്ത ഒരു ജെറണ്ട് ഫോമാണ്. അതായത് ടുവിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഒരു ആചാരം. പക്ഷേ ഇവിടെ അത് തെറ്റിച്ചുകൊണ്ട് ടുവിന് ശേഷം ജെറണ്ട് ഫോമാണ് വന്നിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. മൂന്നാമത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുമ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ ടുവിന് ശേഷം നമ്മളെപ്പോഴും ഒരു ജെറണ്ട് ഫോമോ അല്ലെങ്കിൽ നൗണോ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. ഐ ലുക്ക് ഫോർവേഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫോർമലായ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് മാത്രമാണ് ഇവയുടെ ഗ്രാമർ ഭാഗം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ചലഞ്ച് ഓഫ് മൈ ന്യൂ ജോബ്. അതായത് എൻ്റെ പുതിയ ജോബിൻ്റെ ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ സൂൺ. നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതിൽ, ഉടൻ തന്നെ കണ്ടുമുട്ടുന്നതിൽ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു ദാറ്റ് കൺട്രി. ആ രാജ്യത്തിലേക്ക് പോകാൻ ഞാൻ വളരെയധികം ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ അതൊരു പുതിയ പ്രതീക്ഷയാവാം, അതുകൊണ്ടാവാം. ഷീ ഈസ് വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ഹെർ വെഡ്ഡിങ്. അവൾ അവളുടെ വിവാഹത്തിനായി വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിങ് യുവർ പ്രസൻറ്റേഷൻ. നിങ്ങളുടെ അവതരണത്തിനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ്. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് അറൈവൽ. അവൻ്റെ ദീർഘനാളത്തെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാവാം അവൻ വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ദാറ്റ് മൂവി ബട്ട് ഐ കുഡിൻറ്റ് ബിക്കോസ് ഐ വാസ് സിക്ക്. എനിക്ക് അസുഖം പിടിപെട്ടു. അല്ലായിരുന്നെങ്കിൽ റിലീസിങ്ങിൻ്റെ അന്ന് തന്നെ ആ പടം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് സാധിച്ചില്ല. ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ വെക്കേഷൻ. നിങ്ങൾ നിങ്ങളുടെ അവധിക്കാലത്തിനായിട്ട് വളരെ ആവേശത്തോടു കൂടി വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലേ. ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ട്രിപ്പ്. നിങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്കായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണോ എന്ന് വെച്ചാൽ നല്ലൊരു യാത്ര അല്ലെങ്കിൽ ഒരു പിക്നിക്ക് അല്ലെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു ഡൂയിങ് ഓൺ ഹോളിഡേ. നിങ്ങൾ നിങ്ങളുടെ അവധിക്കാലത്ത് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു അവർ ഹണിമൂൺ. ഞങ്ങളുടെ ഹണിമൂണിന് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറയുന്ന പ്രയോഗം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് അതിനുവേണ്ടി തുടർച്ചയായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടുകയും ചെയ്യുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ പറയുവാനാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ഐ ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്നത് കൂടുതൽ ഫോർമലായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനാണ്.
തന്നെയല്ല അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. ചില ഉദാഹരണങ്ങളിലൂടെ അത് നമുക്ക് വ്യക്തമാവും. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് യുവർ റിപ്ലൈ സൂൺ. നിങ്ങളുടെ മറുപടിക്കായി ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഉടൻ തന്നെ നിങ്ങൾ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇമെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ലാസ്റ്റ് ചേർക്കുന്ന ഒരു സെൻറ്റൻസാണ്. നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി തരണം എന്ന രീതിയിലാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് എ റിപ്പോർട്ട് ദിസ് വീക്ക്. ഈ ആഴ്ചയിലെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത് നിർബന്ധമൊന്നുമില്ല, റിപ്പോർട്ട് തയ്യാറായതിന് ശേഷമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും നമ്മൾ പറയുകയാണ് ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് എ റിപ്പോർട്ട് ദിസ് വീക്ക്. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്. നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ലുക്ക് ഫോർവേഡ് ഫോർമൽ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജോലിയുടെ ഭാഗമായി ഒരു മറുപടി കൊടുക്കുന്നതാവാം. പിന്നീട് അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. അദ്ദേഹം അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദ കിഡ്സ് ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദെയർ ഹോളിഡേ വെക്കേഷൻ. അതായത് കുട്ടികൾ അവരുടെ ഹോളിഡേ വെക്കേഷന് വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് എപ്പോഴും ചോദിക്കും എപ്പോഴാണ് പോണത് എന്നൊക്കെ. ഇതാണ് ലുക്ക് ഫോർവേഡും ലുക്കിംഗ് ഫോർവേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.